നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ 11ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ത്വദീയ ഭൃത്യാവധകാശ്യപാത്തൗ സുരാരി വീരാദുദിതൗ ദിദൗ ദ്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ത്വദീയ ഭൃത്യൗ അധ കാശ്യപാത് തൗ സുരാരി വീരൗ ഉദിതൗ ദിദൗ ദ്വൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമൗ ഇവ അന്യൗ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അധ ത്വൗ ത്വദീയ ഭൃത്യൗ കാശ്യപാത് ദിദൗ ദ്വൗ സുരാരി വീരൗ ഉദിതൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച തൗ ലോകസ്യ അന്യൗ യമൗ ഇവ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. കാശ്യപ മഹർഷി സന്ധ്യാസമയത്ത് സ്വപത്നിയായ ദിതിയിൽ ഗർഭധാരണം നടത്തിയപ്പോൾ അങ്ങയുടെ ഭൃത്യന്മാരായ ജയ വിജയന്മാർ ആ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയും തങ്ങളുടെ ക്രൂരപ്രവൃത്തികൾ മൂലം മറ്റ് 2 യമദേവന്മാരാണോ എന്ന രീതിയിൽ അവർ ഏറ്റവും ദുഷ്ടന്മാരായ 2 അസുരവീരന്മാരായി ജനിക്കുകയും ചെയ്തു. നമസ്തേ.